സംസ്ഥാനത്തെ നിപ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം എത്തുന്നു. കേരളത്തിന് എല്ലാ സഹായവും നൽകുമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന വിലയിരുത്തൽ. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി അന്വേഷിക്കുന്ന വിദഗ്ധ സംഘം പരിശോധന തുടങ്ങി. സംഘം ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. കുന്നംകുളം പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ പുരോഗമിക്കുന്നു. പൈപ്പിട്ട ഭാഗത്ത് ചെളി കെട്ടി നിൽക്കുന്നത് കാൽനട യാത്രക്കാരെ വലയ്ക്കുന്നു. ഉപരാഷ്ട്രപതി നാളെ ഗുരുവായൂരിൽ രാവിലെ 8 മുതൽ 10 വരെ ദർശനത്തിന് നിയന്ത്രണം. ക്ഷേത്ര നഗരിയിൽ സുരക്ഷ ശക്തം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ നിപ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം എത്തുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ സംഘം എത്തുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നാഷണൽ ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് എത്തുക. കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിപയുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് വിലയിരുത്തൽ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി എത്തിയ വിദഗ്ധ സംഘം പരിശോധന തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം മേധാവി ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകുന്ന പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമതയില്ലെന്ന് വ്യക്തമാക്കിയാണ് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർത്തിവച്ചിരുന്നത്. നിലവിലുള്ള സാങ്കേതിക വിദഗ്ധരുടെ സേവനം ശസ്ത്രക്രിയ നടത്താൻ പര്യാപ്തമാണോ എന്നാണ് സംഘം പരിശോധിക്കുന്നത്. വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഒരു ദിവസം കൂടി നീളും. തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറും. ജൂൺ 9 മുതൽ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ 50-ലധികം പേർ ശസ്ത്രക്രിയയ്ക്ക് തീയതി കാത്ത് കഴിയുന്നുണ്ട്. കുന്നംകുളം പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ പുരോഗമിക്കുന്നു. ഇതോടെ കുന്നംകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാറയമ്പാടം വഴി സഞ്ചരിച്ചു തുടങ്ങി. പാറയമ്പാടത്ത് പൈപ്പിടുന്ന ജോലികൾ നടക്കുന്നതിനാൽ വാഹനങ്ങളെല്ലാം പഴഞ്ഞി വഴി ഏറെ വളഞ്ഞാണ് പോയിരുന്നത്. പൈപ്പിട്ട ഭാഗത്ത് ചെളികെട്ടി നിൽക്കുന്നത് കാൽനട യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. 2 മാസം മുൻപാണ് അക്കിക്കാവിൽ നിന്ന് പുതിയ പൈപ്പിടുന്ന പണികൾ തുടങ്ങിയത്. റോഡരികിലെ പൈപ്പുകൾ കാലപ്പഴക്കം മൂലം പൊട്ടുന്നത് പതിവായതോടെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പൈപ്പിടൽ മൂലം സംസ്ഥാന പാതയിൽ അഗതിയൂർ റോഡ് മുതൽ അയ്യപ്പത്ത് റോഡ് വരെയുള്ള ഭാഗത്ത് നവീകരണം നടത്തിയിരുന്നില്ല. പൈപ്പിടൽ പണി ഇഴഞ്ഞതോടെ വാഹനങ്ങൾ 2 മാസത്തോളം പോർക്കുളം പഴഞ്ഞി വഴിയാണ് സഞ്ചരിച്ചിരുന്നത്. സമയനഷ്ടം മൂലം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അതിവേഗത്തിൽ ഗ്രാമീണ മേഖലയിലൂടെ സഞ്ചരിക്കുന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ സുരക്ഷ ശക്തമാക്കി. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800ഓളം പോലീസുകാരെ വിന്യസിക്കും. തിങ്കളാഴ്ച രാവിലെ 8:40 ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഉപരാഷ്ട്രപതി കാർ മാർഗം ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും. വസ്ത്രം മാറി 9 ബഗ്ഗിയിൽ ക്ഷേത്രത്തിലെത്തും. ദർശനം നടത്തി 9:30 തിരിച്ചുപോകും. ഉപരാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം മേൽപ്പാലമിറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയാണ് ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ എത്തുക. ഈ റോഡിൽ ഇരുചക്രവാഹനം ഉൾപ്പെടെയുള്ളവ പാർക്ക് ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. നിരോധനം ലംഘിച്ച് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാൻ ഉപയോഗിച്ച് പിടിച്ചെടുക്കുമെന്ന് ടെമ്പിൾ SHO G അജയ്കുമാർ അറിയിച്ചു. വാഹനവ്യൂഹം കടന്നുപോകുന്ന റോഡിൽ രാവിലെ 8 മുതൽ 10 വരെ ഗതാഗതം അനുവദിക്കില്ല. സ്കൂൾ വാഹനങ്ങൾക്ക് ഇളവ് അനുവദിക്കും. തൃശൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ചൂണ്ടലിൽ നിന്ന് കുന്നംകുളം മുതുവട്ടൂർ വഴി ഗുരുവായൂരിൽ എത്തണം. അരിയന്നൂർ, കൂനമ്മൂച്ചി, ചൊവ്വല്ലൂർപ്പടി മേഖലയിൽ റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡ് സ്ഥാപിക്കും. ക്ഷേത്രത്തിലും ശ്രീവത്സം അതിഥി മന്ദിരത്തിലും ബോംബ് ഡോഗ് സ്ക്വാഡുകൾ പരിശോധന നടത്തും. ഉപരാഷ്ട്രപതി തിരിച്ചു പോകുന്നതുവരെ പരിശോധന തുടരും. ക്ഷേത്രത്തിലും ശ്രീവത്സത്തിലും ജീവനക്കാരെ കുറയ്ക്കും. പോലീസ് അനുവദിക്കുന്ന പാസ് ധരിച്ചവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. ക്ഷേത്രത്തിലെയും ശ്രീവത്സം അതിഥി മന്ദിരത്തിലെയും നിയന്ത്രണം സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരി P നായരുടെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റെടുത്തു. നോർത്ത് സോൺ IG രാജ്പാൽ മീണയ്ക്കാണ് സുരക്ഷാ ചുമതല. DGP റവാഡ ചന്ദ്രശേഖരന്റെ സാന്നിധ്യവും ഉണ്ടാകും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്ര ദർശനം, വിവാഹം, ചോറൂൺ എന്നിവയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെക്കേ നടയുടെ ഇരുവശങ്ങളിലുള്ള കടകൾ തുറക്കാൻ അനുമതിയില്ല. വാഹനവ്യൂഹം കടന്നുപോകുന്നതിന്റെ ട്രയൽ റൺ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 നടക്കും. TCV ന്യൂസ്, ഗുരുവായൂർ.
സിറ്റി പോലീസ് കമ്മീഷണറുടെ പേര് സ്ഥലത്തിന് നൽകിയ നെല്ലങ്കരയിലെ ബോർഡ് നീക്കം ചെയ്തു. നെല്ലങ്കരയിൽ ഗുണ്ടാവിളയാട്ടം തടയാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസിന്റെ നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നെല്ലങ്കര പ്രദേശവാസികൾ ഇളങ്കോ നഗർ നെല്ലങ്കര എന്ന് ബോർഡ് വെച്ചിരുന്നു. ഇതറിഞ്ഞ പോലീസിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ബോർഡ് നീക്കം ചെയ്തു. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട ജാഥയുടെ സമാപന യോഗം HMS തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി ഉദ്ഘാടനം ചെയ്തു. PD ലോഹിതാക്ഷൻ അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ PA രാമദാസ്, വൈസ് ക്യാപ്റ്റൻ രാജൻ പട്ടാട്ട്, മാനേജർ ഹരിദാസ്, PS ഷജിത്ത്, ശശികല ശ്രീവത്സൻ, KK രമേശ്, VR മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. 1994-95 തന്നെ WTO-ന്റെ ഭാഗമായി നമ്മൾ മാറുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് ഈ രാജ്യത്തുള്ള ചെറുകിട വ്യവസായങ്ങൾ ഒന്നടങ്കം തകർത്തടിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവല്ലാമല ക്ഷീരോത്പാദക സഹകരണ സംഘം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച ക്ഷീര കർഷകരെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം പ്രകാശിന് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് M മുരുകേശൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീര കർഷകരുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വെള്ളർക്കാട് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു. പ്രസിഡന്റ് CM അബ്ദുൾ നാസർ പതാക ഉയർത്തി, KN നായർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PS പ്രസാദ്, V ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. ബോർഡ് അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഉന്നത വിജയികളെ അനുമോദിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പരിധിയിലെ 10 പഞ്ചായത്തുകളിലെ SSLC, +2 തലങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ഇതോടൊപ്പം ഈ അധ്യയന വർഷത്തെ കേരള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയ കഥ രചിച്ച സാഹിത്യകാരനും ബാങ്ക് ജീവനക്കാരനുമായ SM ജീവനെയും ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM അഹമ്മദ്, മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ് എന്നിവർ സംസാരിച്ചു. പണ്ട് ഞാനൊക്കെ പഠിച്ച വിദ്യാഭ്യാസ കാലഘട്ടം കുറെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിവരശേഖരണമാണ് വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയായിട്ട് അമ്മ കരുതിയിരുന്നത്. കാരണം വിവരം ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണ്. സഹകരണ മേഖലയിൽ ഏറ്റവും കുറഞ്ഞ പലിശയിൽ മെഗാ ഗോൾഡ് ലോൺ മേളയുമായി സമാനതകളില്ലാത്ത മാതൃക സൃഷ്ടിക്കുകയാണ് തൃശൂർ വരടിയം സർവീസ് സഹകരണ ബാങ്ക്. അന്താരാഷ്ട്ര സഹകരണ വർഷാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത്. രാജ്യത്ത് തന്നെ സഹകരണ മേഖലയിൽ ഇന്നുവരെ ആരും നൽകാത്ത കേവലം 5.9% പലിശ നിരക്കിൽ 25 ലക്ഷം രൂപ വരെ വായ്പയെടുക്കാവുന്ന ഗോൾഡ് ലോൺ പദ്ധതിക്കാണ് വരടിയം സർവീസ് സഹകരണ ബാങ്ക് തുടക്കം കുറിച്ചത്. 1000 രൂപയ്ക്ക് ഒരു ദിവസം വെറും 16 പൈസ പലിശയിൽ ഏറ്റവും ഉയർന്ന വായ്പാ സംഖ്യ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ബാങ്കിൽ അംഗങ്ങളല്ലാത്തവർക്ക് പോലും ലഭ്യമാകുമെന്നതാണ് മെഗാ ഗോൾഡ് ലോൺ മേളയുടെ സവിശേഷത. മാർക്കറ്റ് വില കൂടുന്തോറും വായ്പാ സംഖ്യയും കൂടും. പണയാഭരണങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ബാങ്ക് ഉറപ്പുവരുത്തുന്നു. 10 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ലോണായി നൽകുന്നത്. 78 വർഷത്തെ വിശ്വസ്ത പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സഹകരണ ബാങ്ക് എന്ന തലയെടുപ്പോടെ മുന്നേറുന്ന ഈ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 11,265 മെമ്പർമാർക്ക് 25% ഡിവിഡന്റ് വിതരണം ചെയ്തത് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. 25 വർഷവും 70 വയസ്സും പൂർത്തിയായവർക്ക് ആജീവനാന്ത പെൻഷൻ, വായ്പ കൃത്യമായി അടയ്ക്കുന്നവർക്ക് 5% പലിശ റിബേറ്റ്, രോഗികൾക്ക് ചികിത്സാ സഹായം തുടങ്ങിയവയും ചെയ്തു വരുന്നു. എല്ലാത്തരം വിശേഷാഘോഷങ്ങൾക്കും ഉതകുന്ന 3 AC ഹാളുകൾ, തൃശൂർ മെഡിക്കൽ കോളേജിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ, 24 മണിക്കൂറും ലഭ്യമാകുന്ന ആംബുലൻസ് സർവീസ്, മാവേലി സ്റ്റോർ, വളം ഡിപ്പോ, മൊബൈൽ ഫ്രീസർ സേവനങ്ങളും ബാങ്ക് ലഭ്യമാക്കുന്നു. വരടിയം, വെളപ്പായ, എടക്കുളം, കോളങ്ങാട്ടുകര എന്നിവിടങ്ങളിൽ ബാങ്കിന്റെ ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈൽ ആപ്പിലൂടെ ബാങ്കിന്റെ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാണ്. P പ്രസാദ് പ്രസിഡന്റും P ശശി സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് ബാങ്കിനെ നയിക്കുന്നത്. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിലെ PTA ജനറൽ ബോർഡ് യോഗം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS സിരിൻസൺ അധ്യക്ഷത വഹിച്ചു. SLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗം അനിത ശശി, പ്രധാനാധ്യാപിക രമ ഗോപിനാഥ്, MPTA പ്രസിഡന്റ് ബ്രിജിത പ്രശാന്ത്, TS സുകേഷ്, VJ പ്രസീൽ എന്നിവർ സംസാരിച്ചു.
BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസിത ഭാരത സങ്കല്പ സഭയുടെ ഉദ്ഘാടനം തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി VM സുരേന്ദ്രൻ അധ്യക്ഷനായി. വിഷ്ണു അമ്പാടി, VC ഷാജി, E ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കോടാലി സൗഹാർദ്ദ വേദിയുടെ രണ്ടാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് VM ഹംസ ഉദ്ഘാടനം ചെയ്തു. TK ലാലൻ, ബാബു കൂനമ്പുറത്ത്, CM ശിവകുമാർ, MN സുധി, PS പ്രശാന്ത്, ഷാജു കുഴിവേലി, സുരേഷ് തയ്യൽ, PT ജോയ്, വത്സ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബാല്യകാല സഖി പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ചയും സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി ഉദ്ഘാടനം ചെയ്തു. TJ ബേബി അധ്യക്ഷത വഹിച്ചു. ഷാജു കാവുങ്ങൽ, EH സഹീർ, ഇസ്ഖാൻ മുഹമ്മദ്, റെന്നി വർഗീസ്, AM സുധീർ, AP വർഗീസ്, ME ഹംസ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ല് ദേശീയപാതയിലെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ വർഷകാലത്തും പ്രദേശവാസികളും കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും ഈ വെള്ളക്കെട്ട് മൂലം ഏറെ ദുരിതമനുഭവിച്ചതാണ്. ചേറ്റുവ ഹാർബറിൽ പോയി വരുന്ന മത്സ്യക്കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ വെള്ളക്കെട്ട് മൂലം ഏറെ ദുരിതമനുഭവിക്കുന്നുണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം വെള്ളക്കെട്ടിന് സമീപമായതുകൊണ്ട് വാഹനങ്ങൾ വേഗത്തിൽ കടന്നുപോകുമ്പോൾ യാത്രക്കാരുടെയും ബസ് കാത്തുനിൽക്കുന്ന വിദ്യാർത്ഥികളുടെയും യൂണിഫോമിലേക്കും ചെളിവെള്ളം തെറിക്കുന്നത് പതിവ് കാഴ്ചയാണ്. സമീപ പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് കടന്നുവരാൻ കഴിയാത്ത സ്ഥിതിയാണ്. പല സ്ഥലങ്ങളിലും ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികളും അപകട ഭീഷണി ഉയർത്തുന്നു. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഭീഷണിയായി നിൽക്കുന്ന ദേശീയപാതയിലെ വെള്ളക്കെട്ടിന് ഇനിയും ഉദ്യോഗസ്ഥർ പരിഹാരം കണ്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സാമൂഹ്യപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് TCV. കിണറിൽ വീണ വീട്ടമ്മയെ രക്ഷിച്ച ചേർപ്പ് പോലീസ്. കിണറിൽ ഇറങ്ങി രക്ഷപ്പെടുത്തിയ പോലീസിന് അഭിനന്ദന പ്രവാഹം. കഴിഞ്ഞ വ്യാഴാഴ്ച പെരിഞ്ചേരിയിൽ നിന്ന് വൈകിട്ട് ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വരികയാണ്. ഒരു വീട്ടമ്മ കിണറിൽ വീണു എന്നുള്ളതായിരുന്നു ആ ഫോൺ കോൾ. ഉടൻ തന്നെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പേർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. അവിടെ എത്തുമ്പോൾ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്ന വീട്ടമ്മ. ആ വീട്ടമ്മയെ കിണറ്റിലേക്ക് ചാടി രക്ഷിച്ചത് കൂട്ടത്തിലുണ്ടായിരുന്ന പ്രദീപ് കുമാർ എന്ന CPO. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആ ദൃശ്യങ്ങൾ. ആ സംഭവം എന്താണെന്ന് നമുക്ക് ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത 4 പേര് നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ഷാജു, എന്തായിരുന്നായിരുന്നു? വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം ഫോൺ വന്നു. പെരിഞ്ചേരി പള്ളിയുടെ അടുത്തൊരു ശ്രീ കിണറ്റി വീണെന്ന് പറഞ്ഞ് ഫോൺ വന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ജീപ്പ് എടുത്ത് 10 മിനിറ്റിനുള്ളിൽ ഏകദേശം 10 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തുമ്പോൾ അവിടെ വീടിൻ്റെ മുൻവശം കുട്ടികളൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്ക് സൈഡിലെ കിണറ്റിലാണ് വീണിരുന്നത്. അപ്പോൾ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു. ആരും ഇറങ്ങാൻ തയ്യാറുള്ളായിരുന്നു. അപ്പോൾ പ്രദീപ് വേഗം കുട്ടികൾ കരച്ചിലൊക്കെ ഇട്ട ആളുടെ മനസ്സിലുണ്ട്. ആൾ വേഗം തന്നെ കയറൊക്കെ പിടിച്ച് ഇറങ്ങി. സാധാരണ പോലീസിനെ കുറിച്ചുള്ള പരാതികൾ ഏറെ പറയാറുണ്ട്, പക്ഷേ പോലീസിലെ നന്മയൊന്നും ആരും പ്രത്യേകം എടുത്ത് പറയാറില്ല. അദ്ദേഹത്തിന് സ്വന്തം കുട്ടികളെ പോലെയാണ് തോന്നിയത്. അവരുടെ അമ്മയുടെ ജീവന് വേണ്ടി 2 കുട്ടികൾ കിണറിൻ്റെ കരയിലിരുന്ന് കരയുകയായിരുന്നു. എന്തായിരുന്നു ആ സമയത്ത്? നമ്മൾ ജീപ്പ് നിർത്തി ഓടി വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ പറ്റിയത് 2 കുട്ടികൾ ഭയങ്കര നൊലുവിളി. അവരെ അമ്മയോ ആരൊക്കെ അങ്ങനെ ഭയങ്കര നൊലുവിളി. അപ്പം നമ്മുടെ മാനസികാവസ്ഥ വളരെ ഇതായിരുന്നു. അപ്പോൾ കുറച്ച് വയസ്സായ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആ വയസ്സായ ആൾക്കാർ പറയണം അപ്പോൾ പേടിക്കണ്ട, പോലീസ് വന്നു. ഞങ്ങൾ 4 പേരെ പോണത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ മറന്നു. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അങ്ങനെ ഒരു ഇതിലാണ് തോന്നിയത്. ഞാൻ കയറുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ എവിടെ നിന്ന് ഒരു കയറ് കൊണ്ടുവന്നു. അവൻ പറഞ്ഞാൽ മരത്തമ്മ കെട്ടിക്കോ. അത് ഇവർ തന്നെയാണ് പിടിച്ചു തന്നത്. ഇവർ ആ കെട്ടണതിന് മുന്നേ ഇവർ പിടിച്ചു ഇറങ്ങിക്കോ. ഞാൻ ആ ഒരു ധൈര്യത്തിലാണ്ട് ഇറങ്ങി എൻ്റെ കാല് കൊടുത്തിട്ടും കാല് സ്ത്രീക്ക് പിടിക്കാൻ പറ്റുന്നില്ല. സ്ത്രീ നല്ലോണം ഭയങ്കര ക്ഷീണതായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, കോണി ഇറക്കാമെന്ന് പറഞ്ഞാൽ കോണി ഇറക്കിയിട്ട് ആ കോണി പിടിക്കാൻ പറഞ്ഞപ്പോൾ ആ കോണിയുടെ ഉള്ളിൽ കൈയിട്ട് നിന്നു. അത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ പിടിച്ച കയറിൻ്റെ തല കഴിഞ്ഞു. എനിക്കിനി ഇറങ്ങാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ഫയർഫോഴ്സിൻ്റെ സൈറൻ കേട്ടപ്പോൾ കയറിക്കോളം പറഞ്ഞ് അവർ വന്ന് കൊട്ടയിട്ട് അവർ സിമ്പിളായിട്ട് കയറ്റി. ഒരു ജീവൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. വളരെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ശ്രീ പ്രദീപ് കുമാർ, ഷൈജു, അനീഷ്, അജിത് കുമാർ. നേരത്തെ പറഞ്ഞ പോലെ പോലീസിന്റെ കുറ്റങ്ങൾ ഏറെ പേർ പറയും, പക്ഷേ ഈ നന്മ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ആ വീഡിയോ TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. ഇടവേള.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കോവിഡ് കാലം കലാകാരനാക്കിയ മുണ്ടറക്കോട് ചന്ദ്രൻ ഓട്ടൻതുള്ളലിൽ അരങ്ങേറ്റത്തിനൊരുങ്ങി. കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അരങ്ങേറ്റം. ബാല്യകാലത്ത് തുടക്കമിട്ട കലകൾ കോവിഡ് കാലത്ത് പൊടിത്തട്ടിയെടുത്ത് ശ്രദ്ധേയനാണ് ഗുരുവായൂർ സ്വദേശി മുണ്ടറക്കോട് ചന്ദ്രൻ. അസുരവാദ്യമായ ചെണ്ടയിലൂടെ അരങ്ങേറ്റം കുറിച്ച് മൃദംഗം, ഉടുക്ക്, മുഗർശംഖ്, ഓടക്കുഴൽ എന്നീ വാദ്യോപകരണങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ചു. സാഹിത്യരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ ഈ പ്രതിഭയുടെ തൂലികയിൽ 2 നോവലുകളും ഒരു കവിതയും ഒരു നാടകവും പിറവിയെടുത്തു. പ്രായം തളർത്താത്ത മനസ്സുമായി 65ന്റെ നിറവിലാണ് ഓട്ടൻതുള്ളൽ പഠിക്കാൻ മോഹം തോന്നിയത്. 2.5 വർഷത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് കണ്ണനു മുന്നിൽ അരങ്ങേറ്റത്തിന് ഒരുങ്ങിയത്. കുംഭീന്ദ്രൻ പോലെ വക്രം കുടവയറുമിയെന്നൊരു ചാരുസ്വരൂപം. ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സംതൃപ്തി തോന്നുന്നതായി അദ്ദേഹം പറഞ്ഞു. എനിക്ക് ചെറുപ്പം മുതൽക്കേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. കലയോട് വളരെ താല്പര്യമാണ്. ചെറുപ്പം മുതൽക്കേ നല്ല താല്പര്യമാണ് കലയോട്. ഒന്നിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു 5 എണ്ണം കഴിഞ്ഞു. ചെണ്ടയിൽ നിന്നാണ് തുടങ്ങിയത് ആദ്യം. ഇപ്പോൾ ഇതാ ഓട്ടംതുള്ളൽ പഠിക്കാനത് ആഗ്രഹം പഠിച്ചപ്പോൾ ഓട്ടംതുള്ളലും പഠിച്ചു. ഓട്ടംതുള്ളൽ പഠിച്ചതിന്റെ അരങ്ങേറ്റാണ് ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. മെയ് വഴക്കത്തിൽ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും പാഠഭാഗങ്ങൾ കൃത്യതയോടെ എഴുതിയെടുത്ത് മികച്ച പഠിതാവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് പരിശീലക കലാമണ്ഡലം ശരണ്യ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ചന്ദ്രേട്ടൻ എല്ലാ ടീച്ചേഴ്സിന്റെയും ഡ്രീം സ്റ്റുഡന്റ് ആണ്. നമ്മള് ഒരു കാര്യം പഠിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ പഠിച്ചു വന്ന് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചില മെയ് വഴക്കങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളായിട്ട് വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെച്ച് പിറ്റത്തെ ക്ലാസ്സിൽ വരുമ്പോൾ അത് വളരെ വൃത്തിക്ക് കൃത്യമായിട്ട് ചെയ്തു വരാൻ എഫേർട്ട് ഇടുന്ന ഒരാളാണ്. കല്യാണ സൗഗന്ധികം കഥയിൽ ഞായറാഴ്ച വൈകിട്ട് 6-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറ്റം. TCV ന്യൂസ്, ഗുരുവായൂർ. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വില്ലേജിൽ 12 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പട്ടയ വിതരണത്തിന് മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് സ്ഥലങ്ങൾ സന്ദർശിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കൊടുമ്പ പുനരധിവാസ നഗറിലാണ് 10 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് അനുമതിയായത്. 2 കുടുംബങ്ങളുടെ പട്ടയത്തിനുള്ള സാക്ഷ്യപത്രം ലഭിച്ചിട്ടില്ല. 2 കുടുംബങ്ങൾ സ്വന്തമായി ഭൂമിയുള്ളതിനാലും മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തതിനാലും പട്ടയം അപേക്ഷ തള്ളിയിരുന്നു. കാഞ്ഞിരക്കോട് മലനാട് ഒനിയൻ കമ്പനിക്ക് സമീപം തോപ്പിൽ വീട്ടിൽ കുമാരൻ, ഇന്ദിര എന്നിവരുടെ വീട്ടിലും തഹസിൽദാർ പട്ടയ വിതരണത്തിന് മുന്നോടിയായി സന്ദർശനം നടത്തി. ജൂലൈ 15-ാം തീയതിയാണ് ജില്ലയിൽ പട്ടയമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. താലപ്പള്ളി താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി, ചേലക്കര നിയോജക മണ്ഡലങ്ങളിലായി 1010 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ 633 പട്ടയങ്ങളും ചേലക്കര നിയോജക മണ്ഡലത്തിൽ 377 പട്ടയങ്ങളുമാണ് അനുവദിച്ചിരിക്കുന്നത്. താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിനെ കൂടാതെ വാർഡ് മെമ്പർ AB ബബിത, കാഞ്ഞിരക്കോട് വില്ലേജ് ജീവനക്കാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. വെളിക്കുളങ്ങര വനമേഖലയിലുള്ള ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ നാട്ടുമാന്തോട്ടം ഒരുങ്ങുന്നു. ഉന്നതിയിലെ ജലക്ഷാമത്തിനും മണ്ണൊലിപ്പിനും പരിഹാരം കാണുന്നതിനായി നടപ്പാക്കുന്ന ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായാണ് നാട്ടുമാന്തോപ്പ് ഒരുക്കുന്നത്. ആനപ്പാന്തം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശാസ്താംപൂവം കാടാർ ഉന്നതിയിൽ സംഘടിപ്പിച്ച വനമഹോത്സവത്തിന്റെ ഭാഗമായാണ് നാട്ടുമാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചത്. വിവിധ ഇനം ഔഷധ സസ്യങ്ങളുടെ പ്രദർശനത്തോട്ടത്തിനു വേണ്ടിയും തൈകൾ നട്ടു. അടുത്ത ഘട്ടത്തിൽ വിവിധ ഇനം ഫലവൃക്ഷങ്ങളും ഔഷധവൃക്ഷങ്ങളും ഉന്നതിയിൽ നട്ടുപിടിപ്പിക്കാനും പദ്ധതിയുണ്ട്. വനംവകുപ്പ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കൊടകര മേഖലാ കമ്മിറ്റി,
നന്ദിക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, കാടാർ പഠന സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉന്നതിയിൽ വനമഹോത്സവം സംഘടിപ്പിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ A. ബേബി ഉദ്ഘാടനം ചെയ്തു. ഊരുമൂപ്പൻ സേവ്യർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി വനവികസന ഏജൻസി ഡിവിഷണൽ കൺവീനർ EP പ്രസീത, വനസംരക്ഷണ സമിതി സെക്രട്ടറി VN വിനോദ്കുമാർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖല ഭാരവാഹികളായ KK അനീഷ് കുമാർ, AP ജോസ്, TM ശിഖാമണി, കാടാർ പഠന സംഘം കൺവീനർ ജോയ് കാവുങ്ങൽ, നന്ദിക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ ലിജി, കവിയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. നല്ലോണം പണിയെടുത്താൽ നല്ല പോലെ ജീവിക്കണം, നല്ല പോലെ ജീവിക്കണം പുന്നാരേ, നല്ല പോലെ ജീവിക്കണം പുന്നാരേ. താനനനെ താനനനെ തനാനനനെ താനനനെ താനനനെ തനാനേ. TCV ന്യൂസ് കൊടകര. വിദ്യാർത്ഥികൾക്ക് കൗതുകമായി ഇലക്ട്രോണിക് വോട്ടിംഗിലൂടെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ച് തിരൂർ സെന്റ് തോമസ് LP സ്കൂൾ. ആൻഡ്രോയിഡ് ആപ്പിന്റെ സഹായത്താൽ EVM ആയി വലിയ ടാബും കൺട്രോൾ യൂണിറ്റായി മൊബൈലും ഉപയോഗിച്ചായിരുന്നു വോട്ടിംഗ്. സ്ഥാനാർത്ഥികളുടെ പേരിനൊപ്പം അവരുടെ ഫോട്ടോയും മെഷീനിൽ പ്രദർശിപ്പിച്ചിരുന്നു. യഥാർത്ഥ വോട്ടിംഗ് രീതി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി. യഥാർത്ഥ തെരഞ്ഞെടുപ്പിനെ അനുസ്മരിക്കും വിധം നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും ഇലക്ഷൻ പ്രചാരണവും ഉണ്ടായി. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, സുരക്ഷാ ചുമതലയുള്ള പോലീസ് സേന എന്നിവരുടെ റോളുകളിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇലക്ഷൻ പ്രക്രിയ നിയന്ത്രിച്ചത്. 97.5% പോളിംഗും രേഖപ്പെടുത്തി. വോട്ട് ചെയ്തവരെ വിരലിൽ പേനാമഷി കൊണ്ട് അടയാളപ്പെടുത്താനും മറന്നില്ല. 4ാം ക്ലാസ്സിലെ ദിയ K. ദിലീപ് സ്കൂൾ ലീഡറായും ജോഹാൻ ജോജോ ഇമ്മട്ടി അസിസ്റ്റന്റ് ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 5-ാം തീയതി സ്കൂൾ അസംബ്ലിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങും നടന്നു. പ്രധാന അധ്യാപിക മേഴ്സി അടക്കമുള്ളവർ നേതൃത്വം നൽകി. TCV തൃശൂർ. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പാതി വഴിയിൽ വീട് നിർമ്മാണം നിർത്തിവെച്ച കുടുംബത്തിന് കൈത്താങ്ങായി ഒരു കൂട്ടം മനുഷ്യസ്നേഹികൾ. എരുമപ്പെട്ടിയിലെ നാടിനും നാട്ടാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സഹായഹസ്തം നീട്ടിയത്. എരുമപ്പെട്ടി ഉമിക്കുന്നിൽ താമസിക്കുന്ന വീരത്തുവളപ്പിൽ രാമകൃഷ്ണനും കുടുംബത്തിനുമാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടിയെന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ വീട് വാർത്തു നൽകിയത്. ഇവർക്ക് വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് ലൈഫ് മിഷനിൽ ഫണ്ട് അനുവദിച്ചിരുന്നു. ആദ്യ ഗഡുകൊണ്ട് ചുമർ നിർമ്മാണം പൂർത്തിയാക്കി. എന്നാൽ കുട്ടികൾക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്ന് അനുവദിച്ചതിൽ ബാക്കി പണം ചെലവായി. മേൽക്കൂര വാർപ്പ് നടത്താത്തതിനാൽ അടുത്ത ഗഡു ഫണ്ട് ലഭിച്ചില്ല. 3 വർഷമായി ഒരു മുറി ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയാണ് രാമകൃഷ്ണനും ഭാര്യയും 3 പെൺമക്കളും കഴിഞ്ഞിരുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മുറിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ അവസ്ഥയറിഞ്ഞ ഗ്രൂപ്പ് അഡ്മിന്മാരായ കണ്ണൻ എരുമപ്പെട്ടി, ജോയ്സൺ പുലിക്കോട്ടിൽ, OS ശ്രീകാന്ത് എന്നിവരാണ് ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. ഞാനെന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ കണ്ണന്റെ അടുത്താണ് ആദ്യം പറയണ്ടായി. അവര് പിന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി സഹായിച്ചിട്ട് ഇത് വാർക്കുള്ളത് സെറ്റ് ചെയ്തു. രാമകൃഷ്ണേട്ടൻ 2-3 കൊല്ലമായി ഈ അവസ്ഥയിൽ കിടക്കുന്നു. അപ്പോഴാണ് കണ്ണന്റെ അടുത്ത് ആളെ വിളിച്ച് ആളുടെ വിഷമോ ആ അവസ്ഥ കാണിച്ചു കൊടുക്കലും ഉണ്ടായത്. അപ്പൊ കണ്ണനാണ് ഇതിന്റെ പിന്നിൽ എല്ലാവരുടെയും അവിടും പറഞ്ഞ്. അപ്പൊ ഞാനും ശ്രീകാന്തും നമുക്കൊരു ഗ്രൂപ്പുണ്ട്, നാട്ടുകാരും വേണ്ടി പറഞ്ഞിട്ട് അതിലത്തെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും കൂടിയിട്ടാണ് ഈ കാര്യം നടക്കുന്നത്. നമ്മളിവിടെ വന്നിട്ട് രാമകൃഷ്ണേട്ടന്റെ ആ വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആകെ വിഷമായി. ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ ഒട്ടും വലയും സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. പണിക്കാരെ വെച്ചിട്ട് ലേബറൊക്കെ ഒരു തരണ്ടേ. ഇപ്പോൾ ഇത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തട്ടടിച്ച് 3-ാം ദിവസത്തിനുള്ളിൽ വാർക്കണം. പരമാവധി നമ്മളോട് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാവരും ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് വീട് വാർത്തു നൽകിയത്. ഗ്രൂപ്പ് അംഗങ്ങളും നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കാളികളായി. VM ശിവൻ, KJ തമ്പി, ക്യാപ്റ്റൻ ജയൻ, ജിനു നെല്ലുവായ് എന്നിവരും നിർമ്മാണത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ് എരുമപ്പെട്ടി. ജീവിത തിരക്കുകൾക്കിടയിൽ ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സമയം ലഭിക്കുന്നില്ലെന്ന പരാതി പറയുന്നവർക്കുള്ള മറുപടിയാണ് ഷെറിൻ P. ബഷീർ. 37 വയസ്സുകാരിയായ ഷെറിൻ ആരോഗ്യ വകുപ്പിൽ നഴ്സിംഗ് ഓഫീസറാണ്. ഈ കാലത്തിനിടയിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞ ഷെറിൻ യാത്രയെ ജീവിതത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. യാത്രകളോട് പണ്ടേ തൊട്ട് പ്രിയമുള്ള ഷെറിൻ കേരളം മുഴുവൻ കണ്ടറിഞ്ഞ ശേഷം 2021 അതിർത്തി കടന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒറ്റയ്ക്കും കൂട്ടായും 4.5 വർഷം കൊണ്ട് കണ്ടറിഞ്ഞു കഴിഞ്ഞു ഇവർ. ഒറ്റയടിക്ക് യാത്ര പോകുകയല്ല ഷെറിൻ ചെയ്യുന്നത്.
ഒഴിവു ദിവസങ്ങളിൽ പോലും ജോലി ചെയ്ത് സ്വരുക്കൂട്ടുന്ന അവധികൾ ഒന്നിച്ചെടുത്താണ് യാത്ര. യാത്ര തുടങ്ങും മുൻപേ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കും. പൊതുഗതാഗത്തെ മാത്രം ആശ്രയിച്ചാണ് ഷെറിന്റെ യാത്ര. കണക്കുകൂട്ടലുകളോടെ പുറപ്പെട്ടാൽ യാത്രകൾ സുരക്ഷിതവും കീശ കാലിയാകാതെയും പൂർത്തീകരിക്കാനാകുമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. യാത്ര തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു ലിസ്റ്റായിരുന്നു കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതില് ലക്ഷദ്വീപ്, അതുപോലെ താജ്, അങ്ങനെ എല്ലാവരും ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു ലിസ്റ്റായിരുന്നു. പക്ഷെ ഓരോ സ്ഥലങ്ങൾ കണ്ട് അതിൽ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ലിസ്റ്റ് പതുക്കെ വലുതായി തുടങ്ങി. പിന്നെ ഒരിക്കൽ ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഇന്റർവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു ആള് ഒരു ലൈഫിൽ ഒരു രാജ്യം കാണാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഏത് രാജ്യം കാണുന്നത്? അപ്പോൾ ആള് പറഞ്ഞു, ഒരു സംശയമില്ല, ഇന്ത്യ. പക്ഷെ ഇന്ത്യ കാണാൻ എളുപ്പമല്ല. അപ്പം അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു ഇന്ത്യ കാണുക എന്നുള്ളത്. അത് ഓൾമോസ്റ്റ് ഞാൻ എത്തിപ്പിടിച്ചു. എത്ര കണ്ടാലും മതിവരാത്തത് തമിഴ്നാടിന്റെ ഗ്രാമഭംഗിയാണെന്നാണ് ഷെറിന്റെ പക്ഷം. ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകി അവയെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിച്ചാൽ ജീവിതം സന്തോഷകരമായിരിക്കുമെന്നാണ് ഷെറിന്റെ പക്ഷം. യാത്രകൾ നൽകിയിട്ടുള്ള ഊർജ്ജം ഉൾക്കൊണ്ട് ഷെറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാസ്ത എന്ന യാത്രികരുടെ വാട്സപ്പ് കൂട്ടായ്മ കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ളവർ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. യാത്രയ്ക്കിറങ്ങുന്നവർക്ക് സഹായത്തിനായി ഒരു സമ്പൂർണ്ണ യാത്രാ ഗൈഡ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷെറിൻ പി ബഷീർ. ദൈനംദിന ജീവിതത്തിന്റെ തിരക്ക് കാരണം യാത്ര പോകാൻ കഴിയുന്നില്ലെന്ന് പരിതപിക്കുന്നവർക്കുള്ള മറുമരുന്നാണ് ഷെറിൻ എന്ന ആരോഗ്യ പ്രവർത്തകയുടെ ജീവിതം. TCV കൊടുങ്ങല്ലൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുല്ലൂറ്റ് വില്ലേജ് ഓഫീസ് പരിസരം ശുചീകരിച്ചു. KSSPU ബ്ലോക്ക് സെക്രട്ടറി NAM അഷ്റഫ്, രക്ഷാധികാരി KK അപ്പുക്കുട്ടൻ, യൂണിറ്റ് പ്രസിഡന്റ് CV ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PP പീതാംബരൻ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻ MP TN പ്രതാപന്റെ ഫണ്ടിൽ നിന്നും ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഡിവിഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള നിർവഹിച്ചു. ജില്ലാ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സുനിൽ സൈമൺ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെന്റർ സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കാരുണ്യ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ ആഘോഷവും നടന്നു. അമല മേരി റാണി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വത്സ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഡയറക്ടർ ഫാദർ ടിജോ മുള്ളക്കര അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ K സുബിനി, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ രാഗിൻ മരിയ, PTA പ്രസിഡന്റ് ഷൈൻ റാഫേൽ, മദ PTA പ്രസിഡന്റ് എന്ന രജിത, ട്രസ്റ്റ് പ്രതിനിധി TJ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. അമല നഗറിൽ ബിരിയാണി കമ്പനി റെസ്റ്റോറന്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ, അറേബ്യൻ, ചൈനീസ് രുചിക്കൂട്ടുകളുടെയും സ്വാദിഷ്ടമായ വിവിധയിനം ബിരിയാണികളുടെയും കൊതിയൂറും കലവറയാണ് ഇഷ്ട ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത്. അമല ആശുപത്രിക്ക് സമീപം ആഷിഫ കോംപ്ലക്സിലാണ് നവീകരിച്ച ബിരിയാണി കമ്പനി റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ചിക്കൻ ബിരിയാണി, ലഗോൺ ബിരിയാണി, കുട്ടൻ ബിരിയാണി, ഗീ റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, ഷ്വേസ്വാൻ വെജിറ്റബിൾ എഗ് ചിക്കൻ മിക്സഡ് ഫ്രൈഡ് റൈസുകൾ തുടങ്ങിയവയുടെ കൊതിയൂറും രുചി ബിരിയാണി കമ്പനിയുടെ സവിശേഷതയാണ്. കൂടാതെ വിവിധ ഇനം കൊത്തുപൊറോട്ട, ചൈനീസ് സ്റ്റാർട്ടേഴ്സുകളായ ചിക്കൻ 65, ബീഫ് ഡ്രൈ ഫ്രൈ, ഗോബി 65, പനീർ 65, ചിക്കൻ കൊണ്ടാട്ടം, ഡ്രാഗൺ കൊണ്ടാട്ടം, ചൈനീസ് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളായ ജിഞ്ചർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, പെപ്പർ ചിക്കൻ, ബട്ടർ ചിക്കൻ, കടായി ചിക്കൻ, ചിക്കൻ മഞ്ചൂരിയൻ, ചില്ലി ബീഫ്, ചില്ലി ഗോബി, ചില്ലി പനീർ, ചില്ലി മഷ്റൂം, മഷ്റൂം മഞ്ചൂരിയൻ, മഷ്റൂം മസാല, കടായി പനീർ തുടങ്ങിയവയും വിവിധ നൂഡിൽസ് ഇനങ്ങൾ, ഹോട്ട് ഡ്രിങ്ക്സ്, ഫ്രൂട്ട് ഷേക്സ്, ജ്യൂസ് ഇനങ്ങൾ, മൊജിറ്റോസ്, ഐസ്ക്രീം ഐറ്റംസ് തുടങ്ങിയവയെല്ലാം ബിരിയാണി കമ്പനി റെസ്റ്റോറൻറ്റിലെത്തുന്ന ഭക്ഷ്യപ്രേമികൾക്ക് മിതമായ നിരക്കിൽ ആസ്വാദികരമായ രുചിയനുഭവം സമ്മാനിക്കുന്നവയാണ്. ഓർഡർ അനുസരിച്ച് 4 കിലോമീറ്റർ പരിധിയിൽ വിഭവങ്ങൾ ഫ്രീ ഹോം ഡെലിവറിയായി ലഭ്യമാണ്. പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9645600097. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാനത്തെ നിപ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം എത്തുന്നു. കേരളത്തിന് എല്ലാ സഹായവും നൽകുമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് വിലയിരുത്തും. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധി അന്വേഷിക്കുന്ന വിദഗ്ധ സംഘം പരിശോധന തുടങ്ങി. സംഘം ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. കുന്നംകുളം പാറേമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ പുരോഗമിക്കുന്നു. പൈപ്പിട്ട ഭാഗത്ത് ചെളി കെട്ടി നിൽക്കുന്നത് കാൽനട യാത്രക്കാരെ വലയ്ക്കുന്നു. ഉപരാഷ്ട്രപതി നാളെ ഗുരുവായൂരിൽ രാവിലെ 8 മുതൽ 10 വരെ ദർശനത്തിന് നിയന്ത്രണം. ക്ഷേത്ര നഗരിയിൽ സുരക്ഷ ശക്തം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.